എല്ലാ ദിവസവും ഇങ്ങനെ മീനൊക്കെ നേരത്തെ കിട്ടുവാണെങ്കിൽ നമ്മുടെ പകുതി പണി പെട്ടെന്ന് അങ്ങ് ഒഴിഞ്ഞു കിട്ടുമെന്ന് പറഞ്ഞ കണക്കാണ്. രാവിലെ തന്നെ ഒരു തോരൻ അങ്ങ് തയ്യാറാക്കി എടുക്കുകയാണ്. അതിനായിട്ട് കുറച്ച് ഉഴുന്നുപരിപ്പ് പൊട്ടിക്കുന്നുണ്ട്, പിന്നെ കുറച്ച് കടുകും കൂടി ഇട്ട്. ഇന്ന് കപ്പയ്ക്ക തോരനാണ് കേട്ടോ. ഈ കപ്പയ്ക്ക എനിക്ക് അരിയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അതിന് പകരം നമ്മൾ ചോപ്പറിനകത്തിട്ടിഞ്ഞായിരിക്കും പെട്ടെന്ന് ഇഞ്ഞെടുക്കും. അതാകുമ്പോൾ പെട്ടെന്ന് വെന്തും കിട്ടും, നല്ല കുനുകുനായി അരിഞ്ഞും കിട്ടും കേട്ടോ. ഈ ഒരു മിക്സി സത്യം പറഞ്ഞാൽ ഒരുപാട് യൂസ് ഉള്ളതാണ്. സവാള അരിയാനും ഇങ്ങനെയൊക്കെ ഉള്ളത് അരിഞ്ഞെടുക്കാനും ഒക്കെ ഭയങ്കര ഈസിയാണ് കേട്ടോ. അങ്ങനെ നമ്മളെ കപ്പയ്ക്ക് അവിടെ റെഡി ആവുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് അരപ്പും കൂടെ ഞാൻ ചേർക്കാനായിട്ട് അതിൻ്റെ കൂടെ ചതച്ചിടാൻ വെളുത്തുള്ളി എടുത്ത് തേങ്ങയിട്ട് നല്ലതായിട്ട് അരപ്പരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമുക്ക് കിട്ടിയ മീനെന്ന് പറയുന്ന വേളാപ്പാരയുടെ കുഞ്ഞും അതുപോലെ തന്നെ നല്ല വലിയ നെത്തോലി ആയിരുന്നു കേട്ടോ. ഈ നെത്തോലി ഞാൻ വറുക്കത്തേ ഉള്ളൂ. വേളാപ്പാര നമുക്കിന്ന് നല്ല പുളിമാങ്ങ ഇട്ടൊരു തേങ്ങാക്കറിയാണ് കേട്ടോ വെക്കുന്നത്. അതിന് മുളകും മല്ലിയൊക്കെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി മാങ്ങയും ഒന്ന് ചെത്തിയിട്ട് മാങ്ങയും ചെത്തിയിട്ട് ഒരു പച്ചമുളക് കൂടെ കീറിയിട്ട് നമുക്ക് കറി ഇഞ്ഞ് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പം മീൻ കറി തിളച്ചപ്പോഴേക്കും മീനും അതിനകത്തോട്ട് പറക്കി ഇട്ടിട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെ മീൻകറി ഇവിടെ സെറ്റായി വരുന്നുണ്ട്. ഇനി ലഞ്ചൊക്കെ കഴിച്ചിട്ട് കാണാം. അപ്പോൾ ഓക്കെ, ബൈ.